ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്ത്. എല്ലാവരും സന്തോഷമായി സമാധാനമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആവേശം ഒന്നോ രണ്ടോ ആഴ്ച ഇല്ലെങ്കിൽ അതുവരെ പോലും എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ശരിക്കും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ ശീലങ്ങളാക്കി ഇതിനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാണ്. ഈ ഒരുപാട് എളുപ്പമാണെന്ന് പറയുമ്പം എഫേർട്ടൊന്നും ഇടാതെ തന്നെ അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളൂ. അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ അതിൽ വല്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ ഒരു 10ഓളം ടിപ്സ് ഉണ്ട്. ഈ 10 ടിപ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ആദ്യം പറയുന്നു, അത്ര ഇമ്പോർട്ടൻസ് ഒന്നും അല്ലാത്ത കാര്യം അവസാനം പറയുന്നു എന്നൊന്നും അല്ല കേട്ടോ. ഈ 10 കാര്യങ്ങളും വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നതും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓരോ ടിപ്പിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ ടോപ്പിക്സ് ഇഷ്ടമാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. എന്ന് നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ടിപ്പ് നോക്കാം അല്ലേ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങളിൽ ഫോക്കസ് ചെയ്യാം. എന്താണെന്ന് പറഞ്ഞുതരാം, ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. നമ്മളപ്പോൾ ഇന്ന് തൊട്ട് ഡയറ്റ് തുടങ്ങുകയാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും ഒരു തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച വരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ജീവിത രീതികളിൽ നിന്നും മാറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഇന്ന് തൊട്ട് ഡയറ്റ് എന്നും പറഞ്ഞ് എല്ലാ ശീലങ്ങളും നമ്മുടെ കംപ്ലീറ്റ് റുട്ടീൻ മാറ്റുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബേൺ ഔട്ട് ആവുന്നതും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നതും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വെയിറ്റ് ലോസ് ഇല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന പോയ്സനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് ഇന്നലെ വരെ ആഡഡ് ഷുഗർ എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന് ഇന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും. അതിന് പകരമായിട്ട് അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. നമുക്കറിയാം പ്രോട്ടീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന്, വെയിറ്റ് ലോസിന്, എല്ലാത്തിനും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ നമ്മളിപ്പോൾ നമ്മുടെ വെയിറ്റിനനുസരിച്ചോ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചോ ഒന്നും പ്രോട്ടീൻ അത്ര ശ്രദ്ധിച്ച് കഴിക്കുന്ന ഒരാളായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് തൊട്ട് അത് കുറച്ചായിട്ട് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ അളവ് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാം. വർക്കൗട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വരെ യാതൊരു വർക്കൗട്ടും ചെയ്യാതിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഒരു 10 മിനിറ്റ് നടത്തും, വെറും 10 മിനിറ്റ് നടത്തും എന്നുള്ളത് നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാം. ഇതേപോലെ ചെറിയ ശീലങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് അധികം മടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. സോ ദാറ്റ് ഈസ് ടിപ്പ് നമ്പർ 1. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 1 മാസം കൊണ്ട് ഞാൻ 10 കിലോ കുറയ്ക്കും എന്ന് ചിന്തിക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യും എന്ന് തീരുമാനം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഞാൻ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നുള്ള തീരുമാനം എടുക്കാം. നമ്മളൊരു പക്ഷേ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ ഗോൾസ് ഉണ്ടാവില്ലേ, അതായത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 5 മാസം കൊണ്ട് ഞാനൊരു 20-25 കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ആ വലിയ ഡ്രീമിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ചെറിയ ഗോൾസ് ആക്കി മാറ്റാം. 1 മാസം കൊണ്ട് ഞാൻ 2 കിലോ കുറയ്ക്കും എന്നുള്ള ചെറിയ ഗോളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ളതും ഷോർട്ട് ടേം ഗോൾസും നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ടിപ്പ് നമ്പർ 3, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് എന്ത് റുട്ടീനാണ് സെറ്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാവരും പറയുന്നതാണ് ഈ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകണം, നല്ല ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പക്ഷേ
എനിക്ക് ജിം വർക്കൗട്ട് എന്ന് പറയുന്നത് തീരെ പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഒട്ടും മോട്ടിവേഷൻ ഇല്ല. കുറച്ചൊന്ന് വേദന എടുക്കുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെ ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മുടെ ആ ഡംബൽസ് ഒക്കെ വെച്ച് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നൊന്നുമല്ല. നമുക്ക് ഡാൻസ് ചെയ്യാം, സുംബ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം വർക്കൗട്ട്സ്, ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വർക്കൗട്ട്സ് ഒരുപാടുണ്ട്, അത് വേണേൽ ചെയ്യാം. ഇനിയിപ്പോൾ ജിമ്മിൽ പോയി ഡംബൽസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നോക്കണ്ട. എൻ്റെ ലൈഫ് സ്റ്റൈലിന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കിതാണ് വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ ജിമ്മിൽ പോയാലേ കുറയൂ എന്നും പറഞ്ഞ് 2 ദിവസം കൊണ്ട് ജിം അവസാനിപ്പിക്കുന്നതിലും എത്രയോ ഭേദമാണ് എനിക്കിഷ്ടമുള്ള കാര്യം ഒരു ദിവസം ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ എൻ്റെ കംഫർട്ടിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാന്നുള്ളത്. ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ജിമ്മിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ എത്ര നാൾ നമ്മളെ കൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ പെട്ടെന്ന് തന്നെ ഗിവ് അപ്പ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റത്തേ ഇല്ല, വിശപ്പാണ്, ഭയങ്കര വിശപ്പാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ നമ്മളെ കൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? 3-4 ദിവസം പോട്ടെ, ഒരാഴ്ചയോ 2 ആഴ്ചയോ അങ്ങേയറ്റം അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതിൽ എത്രയോ ഭേദമാണ് കാലറി ഡെഫിസിറ്റിൽ കൃത്യമായ സമയങ്ങളിൽ എനിക്ക് ഭക്ഷണം കഴിച്ച് തന്നെ ഇത് കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നാൽ അത് ഫോളോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണോ സ്യൂട്ട് ആവുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് ചൂസ് ചെയ്യുക. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എന്നും വെച്ചിട്ട് അതുമായിട്ട് വല്ലാതെ അങ്ങ് അഡിക്റ്റഡ് ആയി പോകരുത്. അതായത് നമുക്കിപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നറിയാം, ആദ്യത്തെ നമ്മുടെ ഒരു മാർഗ്ഗം എന്താണ്? വെയിറ്റ് സ്കെയിലിൻ്റെ മേലെ കയറി നിൽക്കുക. എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ 3 നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യുക. രാവിലെ ചെക്ക് ചെയ്യുക, വൈകുന്നേരം ചെക്ക് ചെയ്യുക, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഓവറായിട്ട് അതങ്ങോട്ട് ഭയങ്കരമായിട്ട് അതിന് അഡിക്റ്റഡ് ആയി പോകരുത്. എന്ത് സംഭവിക്കും? പിറ്റേ ദിവസം വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അങ്ങനെ ചെയ്യാതെ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൂടുമ്പം ഒരിക്കൽ വെയിറ്റ് ചെക്ക് ചെയ്യാം. ഒരാഴ്ച കൂടുമ്പം ഒരിക്കലും നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഞ്ച് ലോസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഓരോ ആഴ്ച കൂടുമ്പോഴും നമുക്ക് നമ്മുടെ സൈഡ് പോസ്, ഫ്രണ്ട് പോസ്, ബാക്കിൽ അങ്ങനെ നമുക്ക് ഫോട്ടോസ് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രസ് മനസ്സിലാവാൻ അത് എളുപ്പം സഹായിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അല്ലാതെ എന്നും വെയിങ് സ്കെയിലിൻ്റെ മേലെ കയറി നിന്നിട്ട് കുറച്ചൊന്ന് വെയിറ്റ് കുറയുമ്പോഴത്തേക്ക് ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയോ അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചൊന്ന് കൂടിയതുപോലെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഈ നോൺ സ്കെയിൽ വിക്ടറീസ് എന്ന് പറയും. അതായത് നമ്മുടെ വെയിങ് മെഷീനിൽ കാണിക്കുന്ന നമ്പേഴ്സ് മാത്രമല്ല, നമ്മുടെ എനർജി ലെവല്, നമ്മുടെ മൂഡിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ആവുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യില്ലേ, ഈ ചില മാറ്റങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യില്ലേ, അതെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ചെറിയ ചെറിയ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് വലിയ കാര്യമായിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര അത് വല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് അറിയിക്കുന്ന ചില മാറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ വെയിങ് സ്കെയിലിൽ കാണിക്കുന്ന നമ്പർ മാത്രമാണ് എല്ലാം എന്നുള്ള ആ ഒരു വിശ്വാസം അതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടപ്പെടുന്നതൊക്കെ വല്ലാതെ അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ജേണി അധികം നാളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നതെല്ലാം കഴിക്കാം, പക്ഷേ എത്രത്തോളം അളവിൽ കഴിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പം മോഡറേഷനിലായിട്ട് നമുക്കിപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ട് ചിക്കൻ എടുക്കുക. ആദ്യം ആ ചിക്കൻ പ്രോട്ടീൻ കഴിക്കുക, ഏറ്റവും അവസാനം മാത്രം ആ റൈസ് കഴിക്കുക, അതും അളവ് കുറച്ച് കഴിക്കുക. ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് വലിയ നമ്മുടെ വെയിറ്റ് ലോസ് ആണെങ്കിൽ അത് അങ്ങനെ കാര്യമായിട്ട് ബാധിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാം അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ജേണി അങ്ങ് മടുത്തു പോകുന്ന രീതിയിലാക്കാതെ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്വീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതൊഴികെയുള്ള ബാക്കി എല്ലാ ഫുഡും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്നാൽ മോഡറേഷനിലായിട്ട് കഴിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് നമുക്ക് ക്രേവിങ്സിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മൾ എന്തായാലും ഈ ജേർണിയിൽ ക്രേവിങ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്നറിയാം. എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സാധനത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് സ്വീറ്റ് ക്രേവിങ്സ് ആണ് ഉണ്ടാകുന്നത്, എൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ്, കേക്ക്, സ്വീറ്റ്സ് എന്തെങ്കിലും അങ്ങനെ കഴിക്കാം എന്നുള്ളതായിരിക്കുമല്ലോ നമുക്ക് വേണ്ട സംഭവങ്ങൾ. അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് റെഡിയാക്കി വെക്കുക, ഫ്രൂട്ട്സ് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ്, സീഡ്സ് ഇതൊക്കെ കഴിക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രേവിങ്സ് ഉണ്ടായി, ഞാൻ ആ സമയത്ത് ഒരു പപ്പായ കഴിച്ചു, അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ കഴിച്ചു, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിച്ചു എന്ന് വെച്ചു,
ആ ക്രേവിങ്സ്, ആ സ്വീറ്റ് ക്രേവിങ്സ് നമുക്ക് അവിടെ നിൽക്കില്ല എന്നുള്ളതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ്. അപ്പം അതേപോലെ ക്രേവിങ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഉണ്ടാവുമ്പോൾ തന്നെ എന്ത് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ബോറടിച്ചാൽ നമ്മൾ കഴിക്കും, നമുക്ക് ഇമോഷണൽ ട്രിഗേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം എനിക്കറിയാം ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് ഫുഡിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാതെ നമുക്കൊരു വാക്കിന് പോകാം, ഇല്ലെങ്കിൽ ജേർണലിങ് ചെയ്യാം, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാം. അതും നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഈ ഇമോഷണൽ ട്രിഗേഴ്സ് കൊണ്ടോ സ്ട്രെസ്സ് കൊണ്ടോ ബോറടിച്ചത് കൊണ്ടോ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തുവരാനുള്ളൊരു സൊല്യൂഷനാണ് നമ്മളൊന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ടിപ്പ് നമ്പർ 7 എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓടുന്ന കാര്യം എന്താണ്? ഓക്കെ, ഞാൻ ഇങ്ങനെ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്, ഞാൻ കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്, ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട്. ആ ഒരു സാധനം, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്കിങ്ങനെ ജങ്കൊക്കെ കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഓർക്കും, ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ 150 കാലറീസ് എൻ്റെ ഉള്ളിലേക്ക് പോകും. ആ 150 കാലറീസ് ഞാൻ ബേൺ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര നേരം നടന്നാലാണ്, അല്ലെങ്കിൽ എത്ര നേരം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താലാണ്, അങ്ങനെ ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒരൊറ്റ സമയം രാവിലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശരി, ഓക്കെ. അങ്ങനെ അല്ല, നമുക്കിപ്പം അതിനുള്ളൊരു സൗകര്യമൊന്നും ഇല്ലയെന്നാണെങ്കിൽ ഓരോ മീലും കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ച് നടക്കുക. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും, നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ സഹായിക്കും, നമ്മുടെ ആ ഒരു വർക്കൗട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ നമ്മൾ എപ്പോഴും ഫിസിക്കലി ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം. അത് നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിലും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ അത് സഹായിക്കും. ഇനി 8ാമത്തെ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സും, ഇപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഈ വെയിറ്റ് ലോസ് ജേർണി ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പം ഒരു ബിരിയാണീൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അപ്പം നമ്മൾ പോയി കുക്ക് ചെയ്ത് കഴിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും ഉള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവരൊരു ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കണം. അല്ലാതെ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ട് ഒരു 10 കിലോ വെയിറ്റ് കുറയ്ക്കാം എന്ന് പറയുന്ന കുറച്ച് വാഗ്ദാനങ്ങൾ തരുന്ന ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡിൽ കാണുന്ന നമ്മളെ എക്സ്പെക്റ്റേഷൻസും അതേപോലെ തന്നെ മാറും. എനിക്കിപ്പോൾ ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഡെസ്പായി പോകും. അത് ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഉള്ളത് എന്നുള്ളത് പോലെ നമ്മൾ ഉറപ്പുവരുത്തണം. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സുകളെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഒന്ന് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നതിൽ വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇത്ര ദിവസം ഞാൻ ചെയ്താലേ, ഇപ്പോൾ ഒരു 10 ദിവസം നീ അടുപ്പിച്ച് ചെയ്താലേ, ഇനിയിപ്പോൾ ഇന്നൊന്ന് തെറ്റിന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡ്രീം ചെയ്യുന്ന ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെയെങ്കിലും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫിറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് എന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കിക്കുക. സോ റൈറ്റ് ആൾക്കാരാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത് എന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ജേർണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി 9th പോയിന്റ് എന്ന് പറയുന്നത്, അക്സെപ്റ്റ് ദ സെറ്റ് ബാക്സ്. അതായത് ഈ ജേർണിയിൽ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും, നമ്മൾ ചീറ്റ് മീൽസ് എടുക്കുന്ന ദിവസങ്ങളുണ്ടാവും, വർക്കൗട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും, നമ്മുടെ വെയിങ് സ്കെയിലിൽ നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടി കാണുന്ന, എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും വെയിറ്റ് കൂടിയിരിക്കുന്ന അങ്ങനെ കാണുന്ന ദിവസങ്ങളുണ്ടാവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് പെർഫെക്ഷൻ മാത്രം ഉള്ളതല്ല. ഇറ്റ്സ് ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ്. നമ്മൾ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്.
ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് സെറ്റ് ബാക്ക് ചെയ്യേണ്ട അവസ്ഥകൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഗിവപ്പ് ചെയ്യുകയല്ല വേണ്ടത്, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ട്രാക്കിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റി നമ്മളവിടെ പകുതി വിജയിച്ചു കേട്ടോ. അല്ലാതെ ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ 10 ദിവസം കറക്റ്റായിട്ട് ഡയറ്റ് എടുത്തു. ഇന്ന് 11ാമത്തെ ദിവസം ഫുൾ എല്ലാ മീൽസും എനിക്ക് ചീറ്റ് മീലായിരുന്നു. ഞാൻ എല്ലാ ഡയറ്റൊക്കെ കയ്യിൽ നിന്ന് പോയി, ഇനി എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നും പറഞ്ഞ് ഇട്ടേച്ച് പോവല്ല വേണ്ടത്. 12ാമത്തെ ദിവസം യു ഷുഡ് കം ബാക്ക് ഓൺ ട്രാക്ക്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ജേർണി കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി 10th ടിപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ്, ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നറിയോ? എനിക്ക് ഡയറ്റ് ചെയ്തേ പറ്റൂ, എനിക്ക് വർക്കൗട്ട് ചെയ്തേ പറ്റൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല വെയിറ്റ് കുറയ്ക്കാൻ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നത് എൻ്റെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതും ഒക്കെ എന്ന് നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. അതേപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒരു കാര്യം മാത്രമാണ് ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസേ കൊടുക്കാവുള്ളൂ. അല്ലാതെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ഡ്രീം, എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന രീതിയിലേക്ക് പോയി ഒരുപാട് ഒബ്സസ് ആവാതിരിക്കുക. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, അതായത് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റെ വെയിറ്റ് എന്നും ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്തില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലാതിരുന്ന ആ ഒരു സമയത്ത്, അന്നൊക്കെ എന്നും വെയിറ്റ് നോക്കും, 3 നേരം വെയിറ്റ് വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ലെസൺ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ എന്നും വെയിറ്റ് വെക്കുന്ന ഒരാളല്ല. വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചലഞ്ചായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവാനും വേണ്ടിയിട്ടാണ് എന്നും വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഡെയിലി വെയിറ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കിപ്പോഴും കിട്ടുന്ന ചോദ്യമാണ്, ഇപ്പോൾ വെയിറ്റ് എത്രയാണ്? കാരണം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബറിലൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇപ്പോൾ ജനുവരി കഴിഞ്ഞു. ഞാൻ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഒരു 20-25 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു ദിവസം മാത്രമേ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് ആ ഒരു നമ്പറിൽ ഒബ്സസ് ആവാതിരിക്കുക. കാരണം ആ നമ്പർ കാണുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഒരു ഡീമോട്ടിവേറ്റഡ് ആവുന്നതും അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആവുന്നതും. സോ നമ്പറിനെ പറ്റി അങ്ങ് മറന്നേക്കുക. ഞാൻ പറഞ്ഞാണ് ബെസ്റ്റ് സൊല്യൂഷൻ. ഒരാഴ്ച കൂടുമ്പോഴും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, മാത്രമല്ല വെയിങ് സ്കെയിലിൽ കാണുന്ന നമ്പർ മാത്രമാണ് എല്ലാം എന്നുള്ളത് ഇപ്പോൾ ഒന്നും ആരുടെയും മൈൻഡിലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനേക്കാൾ ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട് നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് തെളിയിക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ജേർണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾക്ക് എളുപ്പം സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും എന്നെ കമൻറ്റ്സ് വഴി അത് അറിയിക്കാൻ മടിക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കണക്ട് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന്, എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത് സൈനിങ് ഔട്ട്. ടാറ്റ.